എന്തായാലും പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസ് മർദ്ദനത്തിൽ അത് യൂത്ത് കോൺഗ്രസ്സുകാരനെന്നോ CPM-കാരനെന്നോ DYFI-കാരനെന്നോ പോലീസിന് ഭേദമില്ല എന്നുള്ളതാണ്. അടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇട്ട് കണക്കിന് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കൊല്ലം കണ്ണനല്ലൂർ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റെന്ന CPM ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാദം തെറ്റാണ്. സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് സജീവിനെതിരെ കേസുണ്ടെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത്. സജീവിനെതിരായി കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ക്രൈം നമ്പർ 1338/2025 കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR ആണിത്. പ്രതിസ്ഥാനത്തുള്ളത് പുലിയില സ്വദേശി വിനോദ്. കുറ്റമാകട്ടെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കി ആളുകളെ അസഭ്യം പറഞ്ഞു എന്നിവ. വിനോദും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് സജീവ് ഇടപെട്ടു എന്നുള്ളത് മാത്രമാണ് ഈ കേസുമായുള്ള ബന്ധം. ഇതിനായി സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നതാണ് സജീവിന്റെ പരാതി. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്നും തെറ്റായ കാര്യങ്ങൾ എഴുതിക്കൊടുത്ത് പോലീസ് മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. മുഖ്യമന്ത്രി എഴുതി കൊടുത്തത് വായിക്കുന്നത് ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസുകാർ പറ്റിച്ചതാണോ അതോ മുഖ്യമന്ത്രി മനഃപൂർവ്വം ജനങ്ങളുടെ മുഴുവൻ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിവരം പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇതിനെതിരെയുള്ള പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും. സ്വന്തം പാർട്ടിയിലെ LC സെക്രട്ടറിക്കെതിരെ തന്നെ മുഖ്യമന്ത്രി തെറ്റായ വിവരം പറഞ്ഞതിൽ സജീവിനോട് അടുത്ത നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.